വചനം തിരുവചനം. ഷാലോം ടി വിയുടെ വചന തിരുവചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, ഒരു സൺഡേ സ്കൂളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാണ്. സൺഡേ സ്കൂളിൽ അധ്യാപകൻ ഇങ്ങനെ ഊർജ്ജസ്വലമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രയേൽ മക്കൾ ചെങ്കടൽ കടന്നു. ഇസ്രയേൽ മക്കൾ ഫിലിസ്ത്യരെ തോൽപ്പിച്ചു. ഇസ്രയേൽ മക്കൾ ദേശം പിടിച്ചടക്കി. കുറേ നേരമായി സാറിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടപ്പോൾ അവിടെ നിന്നൊരു കുട്ടി ചോദിച്ചു, അപ്പോൾ ഈ വലിയ ആൾക്കാരൊക്കെ എവിടെ പോയി? മക്കളെ ഉണ്ടായിരുന്നുള്ളൂ. പ്രിയമുള്ളവരെ, ബൈബിളിലെ കഥ മുഴുവൻ ദൈവത്തിൻ്റെ മക്കളുടെ കഥയാണ്. ബൈബിളിൽ വലിയ ആൾക്കാരും ഒന്നും നേടിയിട്ടില്ല. സ്വയമേവ വലിയവരാണെന്ന് കരുതിയവരോ പറഞ്ഞവരോ ഒന്നും നേടുന്നതായി ബൈബിളിൽ നമ്മൾ കാണുന്നില്ല. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ്. യേശു ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മധ്യേ നിർത്തിക്കൊണ്ട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെപ്പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ബൈബിൾ മുഴുവൻ അരച്ചു കലക്കി കുടിച്ച് പഠിച്ച ഒരു വലിയ വാദ്യക്കാരുണ്ടായിരുന്നു ഇസ്രയേലിൽ. അദ്ദേഹം രാത്രി തലയിൽ തുണിയൊക്കെ ഇട്ട് യേശുവിനെ കാണാൻ വേണ്ടി വന്നു. യേശുവിൻ്റെ അടുക്കലെത്തി യേശു അദ്ദേഹത്തോട് ഉപദേശിച്ച കാര്യങ്ങൾ കേട്ടപ്പോൾ അദ്ദേഹം അത്ഭുത സ്തബ്ധനായി. കർത്താവ് പറയുന്നത് മുഴുവൻ, ഈ പഠിച്ച് വലിയ ആളായിരിക്കുന്ന ഈ മനുഷ്യനോട് പറയുന്നത് മുഴുവൻ വീണ്ടും ജനിക്കണം, ഒരു ശിശുവാകണം എന്നാണ്. അദ്ദേഹം ചോദിച്ചു, ഇനി എനിക്കെങ്ങനെ എൻ്റെ അമ്മയുടെ വയറ്റിനുള്ളിൽ കയറിയിരുന്ന് ഒരു ശിശുവാകാൻ പറ്റും? കർത്താവ് പറഞ്ഞതിൻ്റെ ആന്തരികാർത്ഥം മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു മഹാപണ്ഡിതനാണ്. ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ബൈബിൾ അറിയാം, പാണ്ഡിത്യമുണ്ട് എന്നൊക്കെ വിചാരിക്കുന്നവരോട് യേശു ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഈ നിക്കോദമസ് എന്ന് പറയുന്ന നിയമജ്ഞനോട്, ആ ഒരു വലിയ പണ്ഡിതനോട് യേശു ചോദിക്കുന്നുണ്ട്. നീ ഇസ്രായേലിൻ്റെ ഗുരുവല്ലേ, എന്നിട്ട് നിനക്കിതൊന്നും അറിഞ്ഞുകൂടെ? പ്രിയമുള്ളവർ, ഒരു ശിശുവായി തീരുന്നത് എങ്ങനെയെന്ന് അറിയാത്തവൻ എങ്ങനെയാണ് ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുക എന്നാണ് യേശു ചോദിക്കുന്നത്. വലിയ വലിയ കാര്യങ്ങൾ പറയുന്നതിലല്ല, ബൈബിൾ മുഴുവൻ സ്വായത്തമാക്കി വിശദീകരിക്കുന്നതിലുമല്ല, കർത്താവ് പറയുന്ന യഥാർത്ഥമായ ദൈവിക രഹസ്യം അടങ്ങിയിരിക്കുന്നത് ഒരു ശിശുവാകുന്നത് എങ്ങനെയെന്ന് അറിയുന്നവർക്കാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുക. കർത്താവ് ആഗ്രഹിക്കുന്ന ഈ നിഷ്കളങ്കതയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. പ്രിയമുള്ളവരെ, കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില സ്വഭാവ സവിശേഷതകളൊക്കെ നമുക്കറിയാമല്ലോ. കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, മാതാപിതാക്കളെ വിട്ട് ഈ കുട്ടികൾ എങ്ങും പോവില്ല എന്നുള്ളതാണ്. വളരെ രസകരമായത് എന്തെങ്കിലും അപ്പുറം ഇപ്പുറം കണ്ടാൽ അപ്പൻ്റെയും അമ്മയുടെയും പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ചലിക്കുന്നതല്ലാതെ ഒരു ശിശു ഒരിക്കലും ഒരു പരിധി വിട്ടു പോകില്ല. മക്കളെ വളർത്തിയവർക്കും മക്കളോടൊപ്പമായിരുന്നിട്ടുള്ളവർക്കും കുഞ്ഞുങ്ങളുമായി പരിചയമുള്ളവർക്കും അറിയാം, ഒരു കുഞ്ഞിന് എപ്പോഴും ഒരു ബൗണ്ടറി ഉണ്ട്. കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയ്ക്കനുസരിച്ച് ആ ബൗണ്ടറിയുടെ വലിപ്പം കുറവാണ്. കുഞ്ഞായിരിക്കുന്നതനുസരിച്ച് ഇത്രത്തോളം പോകും. കുഞ്ഞിൻ്റെ കുട്ടിത്തം കുറയുന്നതനുസരിച്ച് അകലം കൂടിക്കൂടി വരും. കുഞ്ഞിൻ്റെ കുട്ടിത്തം ഇല്ലാതെ ആകുമ്പോൾ കുഞ്ഞ് ദൂരെ പോകും. ഇതാണ് നമ്മൾ കാണുന്നൊരു കാഴ്ച. അപ്പോൾ ദൈവസന്നിധിയിൽ ഒരു ശിശുവാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമെന്ന് പറയുന്നത് തന്നെ ദൈവ സാന്നിധ്യവുമായി ദൈവവുമായി ചുറ്റിപ്പറ്റി നടക്കുക എന്നത്
ഈ വ്യക്തിക്ക് അസാധാരണമാം വിധം താല്പര്യമുള്ളൊരു കാര്യമായിരിക്കും. ലോകത്തിലുള്ള ആൾക്കാർ ഈ മനുഷ്യനോട് ചോദിക്കും, നീ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ ദൈവം ദൈവം എന്ന് പറഞ്ഞ് നടക്കുന്നത്? ദിസ് ഈസ് അബ്നോർമാലിറ്റി. ദൈവത്തിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുക, എപ്പോഴും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുക, ദൈവത്തെ ആരാധിക്കുക. കത്തോലിക്ക സഭ നമുക്ക് മാതൃകയാക്കാൻ തന്നിരിക്കുന്ന സകല വിശുദ്ധരുടെ ജീവിതത്തിലും ഈ വിശുദ്ധരോടെല്ലാം അവരെ ചുറ്റിപ്പറ്റി നിന്ന ആളുകളൊക്കെ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, എന്തിനാണ് ഇങ്ങനെ സദാസമയവും ദൈവമെന്ന് പറഞ്ഞ് ദൈവത്തോടെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുന്നത്? പ്രിയമുള്ളവരെ, അതാണ് നമ്മൾ കാണുന്ന നിഷ്കളങ്കതയുടെ ഏറ്റവും പ്രധാന വശം. രണ്ടാമത്തത്, തനിക്ക് ആവശ്യമുള്ള പോഷണം മുഴുവൻ ദൈവത്തിൽ നിന്ന് കിട്ടണമെന്ന് ശാഠ്യം പിടിക്കുന്ന. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, വളരെ കുഞ്ഞുങ്ങൾ നമ്മൾ സ്പൂൺ ഫീഡ് ചെയ്യാൻ ശ്രമിച്ചാലും സ്വന്തം അമ്മ അഥവാ അമ്മയോളം അമ്മ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരാളിൽ നിന്നല്ലാതെ ആ കുഞ്ഞ് ഭക്ഷണം കഴിക്കില്ല. തേനല്ല, അമൃതല്ല, എന്താണെന്ന് പറഞ്ഞാലും ശരി, കുഞ്ഞിനോട് നമ്മൾ എന്തൊക്കെയെന്ന് പറഞ്ഞു കൊടുത്താലും കുഞ്ഞിൻ്റെ കുട്ടിത്തത്തിൻ്റെ, ആ കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയുടെ ആഴത്തിനനുസരിച്ച് കുഞ്ഞ് മറ്റൊരാളിൽ നിന്നൊന്നും വാങ്ങില്ല. അല്ലെങ്കിൽ ഈ അമ്മ അയാളെ സ്നേഹത്തോടെ കുഞ്ഞിന് അമ്മയെപ്പോലെ പരിചയപ്പെടുത്തണം, അല്ലാതെ കുഞ്ഞ് പോകില്ല. ഇന്ന് ക്രൈസ്തവ ജീവിതത്തിൽ നമുക്ക് സംഭവിച്ചിരിക്കുന്ന ഒരബദ്ധം, ഒരു ക്രിസ്ത്യാനി എങ്ങനെ പെരുമാറണമെന്നുള്ളതിൻ്റെ പോഷണം സംഭവങ്ങളോടും ജീവിത സാഹചര്യങ്ങളോടും ഒരു ക്രിസ്ത്യാനി എങ്ങനെ എന്നുള്ളതിൻ്റെ പോഷണം ഈ ലോകത്തിലെ ആളുകളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ആത്മീയ പഠനങ്ങൾ, വിശുദ്ധരോട് ദൈവം സംസാരിച്ചത്, ദൈവവചനത്തിലുള്ളത്, ഇതിൻ പ്രകാരം ഞാൻ എങ്ങനെയാണ് പെരുമാറേണ്ടത്, എൻ്റെ പോഷണം, എൻ്റെ ആത്മീയ പോഷണം എങ്ങനെ ആയിരിക്കണമെന്ന് മനസ്സിലാക്കുന്നൊരു കുഞ്ഞ് ഇതിൽ നിന്നപ്പുറം മറ്റൊന്നിൽ നിന്നും തൻ്റെ ജീവിതത്തിന് വേണ്ട പോഷണം സ്വീകരിക്കാറില്ല. നമ്മൾ എങ്ങനെയാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. രണ്ടാമത്തെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം, മാതാപിതാക്കൾ പറയുന്നതാണ് ഈ കുഞ്ഞിന് സത്യം. ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ താമസിക്കുന്ന അന്യഭാഷ സംസാരിക്കുന്ന ഒരു കുടുംബത്തിലെ കുഞ്ഞിനോട് ആ കുഞ്ഞ് മറ്റാരെയും പരിചയപ്പെടാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ പോയി ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ പേര് പറഞ്ഞാൽ ആ കുഞ്ഞിന് അറിവുണ്ടാവില്ല. എന്നാൽ ആ കുഞ്ഞിൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ഭാഷയിൽ ആ വസ്തു എന്താണ് എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞത് തിരിച്ചറിയും. നമ്മുടെ വീട്ടിൽ വളരുന്ന കുഞ്ഞിനോട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളുടെ പേരുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ് കുഞ്ഞ് വിശ്വസിക്കുന്നത്. നമുക്കറിയാമല്ലോ, കേരളത്തിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത സംജ്ഞകൾ നിലവിലുള്ള ഭാഷാ സമ്പ്രദായങ്ങളുണ്ട്. ഓരോ സ്ഥലത്തും അവിടുത്തെ കുഞ്ഞിന് അവൻ്റെ അപ്പനും അമ്മയും പറയുന്ന ഭാഷയാണ് ഭാഷ. ആ കുഞ്ഞിനോട് നമ്മൾ പറയുകയാണ് ഇതല്ല പറയേണ്ടത്, അതാണെന്ന് പറഞ്ഞാൽ പുറത്തുള്ളവർ പറയുന്നത് ആ കുഞ്ഞ് സമ്മതിക്കില്ല. നമുക്ക് തെറ്റുപറ്റി എന്ന് ആ കുഞ്ഞ് പറയും. കുഞ്ഞിൻ്റെ അപ്പനും അമ്മയും പറയുന്നതാണ് കുഞ്ഞിനെ സംബന്ധിച്ചോളം ശരി. എന്നാൽ ഈ കുഞ്ഞ് വളർന്ന് വളർന്ന് അപ്പൻ്റെയും അമ്മയുടെയും സ്വാധീന വലയത്തിൽ നിന്നും സ്നേഹവലയത്തിൽ നിന്നും അകലുന്നതനുസരിച്ച് അപ്പനും അമ്മയും പറയുന്നത് തെറ്റാണെന്ന് പറയാനും കുഞ്ഞ് ധാർഷ്ട്യം കാണിക്കും. എന്നാൽ കുട്ടിത്തത്തിൻ്റെ, ശൈശവത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, പ്രത്യേകത എന്ന് പറയുന്നത്, അപ്പനും അമ്മയും പറയുന്നതാണ് ഏറ്റവും വലിയ വിശ്വാസം. നമ്മുടെ മാതാവിൻ്റെ ശിശുസഹജമായ വിശ്വാസത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നു. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 45-ാമത്തെ വാക്യം. അതിലിങ്ങനെയാണ് പറയുന്നത്, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ടാണ് അത് പറയുന്നത്. പരിശുദ്ധ അമ്മ തിരുവചനം വായിക്കുന്ന എല്ലാ സമയത്തും കർത്താവ് പറഞ്ഞ എല്ലാ കാര്യവും നിറവേറുമെന്ന് വിശ്വസിച്ചവളാണ്.
ബൈബിളിലെ സകല വചനങ്ങളും വിശ്വസിച്ചിരുന്നവളാണ്. മാലാഖയിലൂടെ ദൈവം അരുളി ചെയ്ത വാക്കുകളെ പൂർണ്ണമായി വിശ്വസിക്കുവാൻ അമ്മ മനസ്സ് കാണിക്കുകയാണ്. അമ്മ ഭാഗ്യവതിയാകുന്നത് ഹിസ്റ്ററി പഠിച്ചിട്ടല്ല, എക്കണോമിക്സ് പഠിച്ചിട്ടല്ല, ഭാഷകൾ പഠിച്ചിട്ടല്ല. ബൈബിൾ പ്രകാരം പരിശുദ്ധ കന്യകാമറിയം ഭാഗ്യവതിയായത് വലിയ പണ്ഡിതയായിട്ടല്ല, പിന്നെയോ ദൈവം പറയുന്നത് നടക്കും, എൻ്റെ കർത്താവിൻ്റെ വാക്കാണ് സത്യം എന്ന് വിശ്വസിച്ചു എന്നതാണ് അമ്മയുടെ ഏറ്റവും വലിയ യോഗ്യത. ഭാഗ്യവതി എന്നമ്മയെ വിളിക്കുവാനുള്ള കാരണമായി ബൈബിൾ പറയുന്നത്. ഒരു ഭാഗ്യവതിയാകുവാൻ ബൈബിൾ പറയുന്ന ഏകസൂത്രവാക്യം ഇതാണ്: ദൈവം പറഞ്ഞത് നടക്കുമെന്ന് വിശ്വസിക്കുക. അതുകൊണ്ടാണ് ജപമാലയിൽ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്: ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ. അതായത് ഈശോ മിശിഹ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, എന്തൊക്കെ വാഗ്ദാനം തന്നിട്ടുണ്ടോ, അതൊക്കെ എൻ്റെ ജീവിതത്തിൽ നടക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളായി ഞാൻ മാറാൻ മാതാവ് പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ പറയാൻ കാരണം അതാണ്. പ്രിയമുള്ളവരെ, പത്രോസ്ലിഹായുടെ ഒരു നിഷ്കളങ്കത നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 68-ാമത്തെ വാക്യം. ആളുകളെല്ലാം ഈശോയെ വിട്ടുപോവുക. ആ സമയത്ത് ശിമയോൻ പത്രോസ് പറയാണ്. ശിമയോൻ പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. ഈശോ സംസാരിച്ചു കൊണ്ട് നിന്നപ്പോൾ കൂട്ടത്തിൽ നിന്ന് ആൾക്കാരൊക്കെ പറഞ്ഞു, ഇയാൾ പറയുന്നതൊന്നും ശരിയല്ല, ഇത് വിശ്വസിക്കാൻ കൊള്ളത്തില്ല, ഇത് ആർക്ക് ദഹിക്കും? പക്ഷേ കുഞ്ഞിനെ പോലെ വിശ്വസിക്കാൻ കഴിവുള്ള പത്രോസ്, ആദ്യത്തെ മാർപ്പാപ്പയാകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട പത്രോസ്, യേശുവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, കർത്താവേ, എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ നീ പറയുന്നത്, പക്ഷെ നീ പറയുന്നതെല്ലാം നിത്യജീവന്റെ വാക്കുകളാണ്. ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എവിടെ പോകും? നിന്റെ അടുത്തല്ലാതെ ഞാൻ എവിടെ പോകും എന്ന് ചോദിക്കുന്ന പത്രോസിന്റെ ആ നിഷ്കളങ്കതയുണ്ടല്ലോ, അതാണ് ശിശുസഹജമായ നിഷ്കളങ്കത. മൂന്നാമത് നമ്മൾ കാണുന്നത്, ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിൻ്റെ ബന്ധുക്കൾ എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ അമ്മയുടെയും മാതാപിതാക്കളുടെ ബന്ധുക്കളാണ്. കുഞ്ഞിൻ്റെ എല്ലാ സൗഹൃദ വലയങ്ങളും അങ്ങനെയാണ് വരുന്നത്. അപ്പനും അമ്മയും കാണിച്ചു കൊടുക്കുന്നിടത്താണ്. ചില സന്ദർഭങ്ങളിൽ അപ്പനും അമ്മയും ഇഷ്ടമില്ലാത്ത, അപ്പനും അമ്മയും സ്നേഹിക്കാത്ത ആളുകളുടെ അടുക്കലേക്ക്, അടുപ്പം കാണിക്കാത്ത ആളുകളുടെ അടുക്കലേക്ക് കുഞ്ഞ് പോവില്ല. കാരണം കുഞ്ഞിന് അവരിൽ നിന്ന് അകലം പാലിക്കണമെന്ന് നന്നായി അറിയാം. പ്രിയമുള്ളവരെ, ഈ ഗുണങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടത്തിക്കൊണ്ട് വരണം. നമുക്കറിയാം, യേശു യോഹന്നാൻ ഒരു കുഞ്ഞിനെ പോലെ യേശുവിനെ പിന്തുടർന്ന് യേശുവിൻ്റെ കുരിശിൻ്റെ അവിടം വരെ എത്തിയപ്പോൾ യേശു അത് വെളിപ്പെടുത്തുകയാണ്. എൻ്റെ അമ്മ നിന്റെ അമ്മയാണ്, എൻ്റെ അമ്മ നിന്റെ അമ്മയാണ്. ആ കുഞ്ഞിനെ പോലെ നിന്ന നിഷ്കളങ്കനായ യോഹന്നാന് യേശുവിൻ്റെ അമ്മയെ സ്വന്തം അമ്മയായി കെട്ടുകയാണ്. ഇന്ന് ആഗോള കത്തോലിക്ക സഭയിലെ പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയെ കാണുന്ന എല്ലാവർക്കും, ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളായ എല്ലാവർക്കും, യേശുവിൻ്റെ മക്കളായ സകലർക്കും, യേശുവിൻ്റെ ശിഷ്യന്മാരായ സകലർക്കും വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ പരിശുദ്ധ കന്യകാമറിയം അമ്മയാകുന്നത് അങ്ങനെയാണ്. വീണ്ടും നമ്മൾ കുഞ്ഞുങ്ങളുടെ മറ്റൊരു ഗുണം കാണുന്നത് ഇങ്ങനെയാണ്. തൻ്റെ സഹോദരങ്ങൾ ചീത്തയായി എന്ന് കരുതി അപ്പനെയും അമ്മയും വിട്ടുപോകുന്നവരല്ല കുഞ്ഞുങ്ങൾ. ചിലപ്പോഴൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ, ദൈവദാസന്മാരുടെ ഭാഗത്ത് വരുന്ന എന്തെങ്കിലും അപരാധങ്ങൾ നിമിത്തം പ്രാർത്ഥിക്കാൻ പോകാത്ത, വികാരിയച്ഛൻ വഴക്ക് പറഞ്ഞാൽ പിന്നെ കുർബാനയ്ക്ക് പോകാത്ത, അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന, അങ്ങനെയുള്ള സ്വഭാവമുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ടല്ലോ. പക്ഷെ ശിശുസഹജമായ നിഷ്കളങ്കതയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ തന്നെ ആലയത്തിലുള്ള, ദൈവത്തിൻ്റെ തന്നെ മറ്റാരുടെയെങ്കിലും കുറവ് നിമിത്തം അവർ ദൈവത്തിൽ നിന്ന് വിട്ടുപോകത്തില്ല. അവർക്ക് വിഷമമുണ്ടായേക്കാം, അവർ പ്രാർത്ഥിക്കുമായിരിക്കാം,
ഈ വ്യക്തിയെക്കുറിച്ച് അവർ ദൈവത്തോട് വിഷമം പറയുമായിരിക്കാം. പക്ഷെ അവരൊരിക്കലും ദൈവത്തെ വിട്ടുപോയില്ല. അവർ കുർബാനയോ കൂട്ടായ്മയോ പരിശുദ്ധ സഭയോ വിട്ടുപോകത്തില്ല. അവരെപ്പോഴും അതിനോട് ചേർന്ന് നിൽക്കും. എന്തൊരു നിഷ്കളങ്കതയാണത്! ചേട്ടൻ വഴക്ക് പറഞ്ഞു എന്ന് കരുതി അനിയൻ, ചേട്ടൻ തല്ലി എന്ന് കരുതി അനിയൻ, അനുജൻ തല്ലി എന്ന് കരുതി ചേട്ടൻ അപ്പനെ അമ്മയും വിട്ടുപോകുമോ? ഒരിക്കലുമില്ല. ഒടുവിൽ അപ്പൻ്റെ അമ്മയുടെ സാന്നിധ്യത്തിൽ ഇവർ ഒന്നാവുകയും ചെയ്യും. ഇതൊരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇവർ വളർന്ന് വലുതായി കഴിയുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ സംഭവിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ അങ്ങനെ വളരരുത്. നമ്മൾ കാണണം, 12 അപ്പസ്തലന്മാരിൽ യൂദാസ് എന്ന് പറയുന്ന ഒരാൾ ഈശോയ്ക്ക് വേദനാജനകമായ ചില പ്രവൃത്തികൾ ചെയ്ത വ്യക്തിയാണ്. യൂദാസ് അങ്ങനെ ചെയ്തു എന്ന് കരുതി യേശുവിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ശിഷ്യനും, അപ്പസ്തലന്മാർ മാത്രമല്ല മറ്റനേക ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചിരുന്നു, അവരെല്ലാവരും യേശുവിനെ വിട്ടുപോയില്ല. കാരണം അവർക്ക് യേശുവുമായുള്ള ബന്ധമെന്ന് പറയുന്നത് ആ കുഞ്ഞിനുള്ള ബന്ധമാണ്. ഈ രീതിയിലുള്ള ആഴമേറിയ ഒരു ബന്ധമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിൻ്റെ ആലയത്തിൽ ദൈവമക്കളായി വളരാൻ സാധിക്കുകയുള്ളൂ. ഏറ്റവും അവസാനത്തെ കാര്യം, ഒരു കുഞ്ഞ് തൻ്റെ എല്ലാ ആവശ്യങ്ങളും എല്ലാ ആഗ്രഹങ്ങളും തുറന്നു പറയുന്ന ഒരാളാണ് തൻ്റെ അപ്പൻ അഥവാ അമ്മ. നിങ്ങളറിയണം, നമ്മുടെ വീട്ടിലേക്ക്, കുഞ്ഞുങ്ങളിലേക്ക് ഒന്ന് നോക്കുക. ഒരു മണിക്കൂറിൽ ഒരു 10 പ്രാവശ്യം അവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട അമ്മ എന്ന് വിളിക്കാതെ ഒരു സമയം ഉണ്ടാവില്ല കുഞ്ഞിന്. എന്തെങ്കിലും പറ്റിയാൽ വിളിക്കും, നല്ലത് ചെയ്താൽ വിളിക്കും, വെറുതെ വിളിക്കും. സാധാരണ വീടുകളിൽ ഏറ്റവും വലിയ രസകരമായൊരു തമാശയാണ്, കുഞ്ഞ് അമ്മ എന്ന് വിളിക്കും, അമ്മ എന്തോ എന്ന് വിളിക്കും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾ വിചാരിക്കും കുഞ്ഞെന്തോ പറയാൻ പോവുകയാണെന്ന്. പക്ഷെ കുഞ്ഞൊന്നും പറയത്തില്ല. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കുഞ്ഞ് അമ്മ എന്ന് വിളിക്കും, അമ്മ എന്തോ എന്ന് വിളിക്കും, വിളി കേൾക്കും. നമ്മൾ വിചാരിക്കും കുഞ്ഞെന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാൻ പോവുകയാണ്, ഒന്നും പറയുന്നില്ല. ഇങ്ങനെ അമ്മ എന്തോ എന്ന എത്ര തവണയാണ് ഒരു വീട്ടിൽ അച്ഛ, അമ്മ, ഈ 2 വിളികളും കുഞ്ഞുങ്ങൾ മാറി മാറി നിരന്തരം വിളിക്കുകയാണ്. ചില സന്ദർഭത്തിൽ എന്തെങ്കിലും ആവശ്യമുള്ളപ്പോഴാണ് വിളിക്കുക, ചില സന്ദർഭത്തിൽ ഈ കുഞ്ഞ് വെറുതെ വിളിക്കുകയാണ്. ഇതാണ് കുഞ്ഞിൻ്റെ ഹൃദയം. ഇങ്ങനെ ഒരു ഹൃദയം നമ്മൾക്ക് രൂപപ്പെടുത്തി എടുക്കുവാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മക്കളായിട്ട് തീരുക എന്ന് യേശു വ്യക്തമായി പഠിപ്പിക്കുകയാണ്. നമുക്ക് വലിയ കാര്യങ്ങളൊക്കെയും ചെയ്യാൻ സാധിക്കും, നമ്മൾക്കത് സാധ്യവുമാണ്. നമ്മുടെ വ്യക്തിത്വത്തിന് അപജയമോ നമ്മുടെ മാനസിക വളർച്ചയ്ക്ക് എന്തെങ്കിലും കുഴപ്പമോ ഇതുകൊണ്ടുണ്ടാകുന്നില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു ശിശുവായി തീരുന്നവന്, സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവനായി തീരുന്നവന് പോലും ഈ ഭൂമിയിലെ ഏറ്റവും വലിയവനേക്കാളും ശ്രേഷ്ഠത ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. ഈശോ പറഞ്ഞ ആ ശിശു സഹജമായ നിഷ്കളങ്കതയാണ് ഈ ഭൂമിയിൽ വലുതാകുവാനായിട്ടുള്ള ഏറ്റവും വലിയ മാർഗം. ചിലർ വിചാരിച്ചേക്കാം, ഞാനിങ്ങനെ ദൈവസന്നിധിയിൽ കുഞ്ഞിനെ പോലെ ആയിട്ട് അവസാനം ഞാൻ പുറത്തിറങ്ങി നടക്കുമ്പോഴും ഞാൻ കുഞ്ഞിനെ പോലെ ആയാലോ? അതിനൊക്കെയാണ് നമ്മളുടെ ജീവിതത്തിൽ വലിയ വലിയ വിശുദ്ധരുടെ ജീവിതങ്ങളൊക്കെ ദൈവം കാണിച്ചു തന്നിരിക്കുന്നത് ദൃഷ്ടാന്തമായി. മദർ തെരേസയാകട്ടെ, നമ്മളുടെ കൺമുമ്പിൽ ജീവിച്ച ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയാകട്ടെ, നമുക്ക് തൊട്ടടുത്തറിയാമായിരുന്ന എവുപ്രാസ്യാമയോ അൽഫോൻസാമയോ ആകട്ടെ, ഇവരെല്ലാവരും ദൈവത്തെ ശിശു സഹജമായ നിഷ്കളങ്കതയോടെ സ്നേഹിച്ചവരാണ്. അവരെല്ലാവരും യേശുവുമായി കുഞ്ഞിനെപ്പോലുള്ള ആത്മബന്ധം പുലർത്തിയിരുന്നവരാണ്. എന്നാൽ ഇവരിൽ ആർക്കും അവരുടെ വ്യക്തി ജീവിതത്തിൽ കുട്ടിത്തമുണ്ടായിരുന്നില്ല, പാലിശമായതൊന്നും അവർ ചെയ്തിരുന്നില്ല. കാരണം ദൈവസന്നിധിയിൽ ഒരു കുഞ്ഞായി തീരുന്നവന് ദൈവം ഈ ലോകത്തിൽ വലിയവനായി തീരുവാനുള്ള കൃപ കൊടുക്കും.
അതിനെയാണ് കർത്താവ് പറഞ്ഞത്, തന്നെത്താൻ താഴ്ത്തുന്നവൻ ദൈവത്താൽ ഉയർത്തപ്പെടും. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ, കർത്താവിൻ്റെ കരങ്ങളുടെ മുമ്പിൽ ഒരു കുഞ്ഞിനെ പോലെ അവിടുത്തെ കരങ്ങളുടെ കീഴിൽ താഴ്മയോടെ നിൽക്കുന്നവനെ അവിടുന്ന് ഉയർത്തും. ദൈവം ഉയർത്തി നൽകുന്ന ഒരു അധികാരമുണ്ടല്ലോ, ദൈവം ഉയർത്തി നൽകുന്ന ഒരു മഹനീയതയുണ്ടല്ലോ, അത് നമ്മളെ ആവരണം ചെയ്യുമ്പോൾ ഈ ലോകത്തിലെ മറ്റേത് ശ്രേഷ്ഠ വ്യക്തികളെക്കാളും, നിങ്ങൾ ലോക ചരിത്രം പരിശോധിച്ച് നോക്കുക, ബൈബിൾ പരിചയപ്പെടുത്തുന്ന അബ്രഹാമിനെ പോലെ ഒരു അപ്പൻ, ദൈവം പറഞ്ഞത് കണ്ണടച്ച് വിശ്വസിച്ച, കുഞ്ഞിനെ പോലെ വിശ്വസിച്ച, അങ്ങോട്ട് പോടാ എന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോയി മരുഭൂമിയിലൂടെ നടക്കടാ എന്ന് പറഞ്ഞപ്പോൾ മരുഭൂമിയിലൂടെ നടന്ന, ഇതുവഴി പോകുമെന്ന് പറഞ്ഞപ്പോൾ ഇതുവഴി പോയ അബ്രഹാം എന്ന് പറയുന്ന പ്രായമുള്ള കുഞ്ഞുകുട്ടി, അദ്ദേഹത്തെ പോലെ ഒരു കാരണവർ ഇന്നേ വരെ ലോകത്തിൽ ഉണ്ടായിട്ടില്ല. ലോക ചരിത്രത്തെ പിടിച്ചു കുലുക്കിയ കാരണവർ, ഇസഹാക്കിനെ പോലൊരു കാരണവർ, മോശയെ പോലൊരു കാരണവർ, ദൈവം പറയുന്നത് കണ്ണുമടച്ച് ചെയ്യുന്ന കുഞ്ഞുങ്ങളായിരുന്നവർ. പക്ഷെ ലോകത്തിന് മുമ്പിൽ അവരൊക്കെ ആചാര്യന്മാരായിരുന്നു. അതാണ് ദൈവത്തിൻ്റെ മുമ്പിൽ കുഞ്ഞിനെ പോലെ താഴ്ത്തുന്നവനെ ദൈവം ഈ ലോകത്തിൻ്റെ മുമ്പിൽ ആചാര്യനായും വലിയവനായും ഉയർത്തും. അതുകൊണ്ട് യേശു നമ്മളെ പഠിപ്പിക്കുന്ന ഈ ഒരു പാഠം ഇന്ന് നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് എടുക്കുവാൻ സാധിക്കണം. നമ്മളുടെ ഭവനത്തിലാണെങ്കിലും നമ്മളുടെ ആത്മീയ ജീവിതത്തിലാണെങ്കിലും നിഷ്കളങ്കമായ ഒരു കുഞ്ഞിനെ പോലുള്ള ദൈവസ്നേഹം വളർത്തുവാൻ വേണ്ടി നമ്മൾ കർത്താവിനോട് ചോദിക്കണം. ഇതിന് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. കാരണം നമ്മുടെ മനസ്സ് പലപ്പോഴും മുരടിച്ചും വളരെ തമസ്സിലാണ്ടും ഇരിക്കുകയായിരിക്കാം. കർത്താവിനോട് വ്യക്തിപരമായി നമ്മൾ ചോദിക്കണം, കർത്താവേ, ഒരു കുഞ്ഞിനെ പോലെ അങ്ങയെ സ്നേഹിക്കുവാനുള്ളൊരു കൃപ എനിക്ക് തരണമേ. ഇങ്ങനെ ചോദിക്കുന്നവർ കർത്താവ് കൊടുക്കും. പത്രോസ് ഒരു മൂപ്പനായിരുന്നു, ഒരു വലിയ കഴിവുള്ള മത്സ്യത്തൊഴിലാളിയായിരുന്നു, ലീഡറായിരുന്നു. പക്ഷെ അദ്ദേഹം യേശുവിൻ്റെ മുമ്പിൽ ഒരു കുഞ്ഞിനെ പോലെ ആയിത്തീരുന്നത് നമ്മൾ കണ്ടതാണ്. അതാണ് കർത്താവിൻ്റെ ആ ഒരു വലിയ കൃപ. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച അബ്രഹാം തുടങ്ങി ഇങ്ങോട്ട് കത്തോലിക്ക സഭയിലെ വിശുദ്ധരായ സകലരും, ഈജിപ്തിലെ വിശുദ്ധ അന്തോനിസും, പാതുവായിലെ അന്തോനിസും, ഫ്രാൻസിസ് സേവിയറും, ഫ്രാൻസിസ് അസീസിയും, ഈ ലോകത്തിലെ അതിശ്രേഷ്ഠന്മാരായ ബെനഡിക്റ്റും, മറ്റെല്ലാ വിശുദ്ധരും അങ്ങയുടെ മുമ്പിൽ കുഞ്ഞുങ്ങളായിരുന്നെങ്കിലും ലോകത്തിൻ്റെ മുമ്പിൽ അതിഗംഭീരമായ വ്യക്തിത്വത്തിന് ഉടമകളായിരുന്നല്ലോ. കർത്താവെ, അങ്ങയുടെ മുമ്പിൽ താണൊരു കുഞ്ഞിനെ പോലെ നിഷ്കളങ്കമായിരിക്കുവാൻ, അതുവഴി ഈ ലോകത്തിൽ അങ്ങ് ഏൽപ്പിക്കുന്നതായ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ, സ്വയം താഴ്ത്തി അങ്ങയുടെ മുൻപിൽ ഒന്നുമല്ലാതായി തീർന്ന് അങ്ങയുടെ കരത്താൽ മാത്രം ഉയർത്തപ്പെടുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.